മാറുന്ന മാധ്യമലോകത്തിനായി മാറുന്ന പഠനരീതികൾ. നമസ്കാരം. ഒരു കാലത്ത് മാധ്യമപ്രവർത്തനമെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് റിപ്പോർട്ടർമാരെയും പത്രങ്ങളെയും ടെലിവിഷൻ സ്റ്റുഡിയോകളെയുമായിരുന്നു. എന്നാൽ ഇന്ന് ആ ചിത്രം പൂർണ്ണമായും മാറിയിരിക്കുന്നു. നിർമ്മിത ബുദ്ധി, AI, സോഷ്യൽ മീഡിയ, പോഡ്കാസ്റ്റുകൾ, ഡേറ്റ അനലിറ്റിക്സ്, മൊബൈൽ ജേർണലിസം, ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ് എന്നിവ മാധ്യമലോകത്തിന്റെ പ്രധാന ഭാഗങ്ങളായി മാറിക്കഴിഞ്ഞു. വാർത്തകൾ നിർമ്മിക്കുന്ന രീതിയും ആളുകൾ വാർത്തകൾ ഉപയോഗിക്കുന്ന രീതിയും അതിവേഗം മാറുകയാണ്. ഈ മാറ്റങ്ങളെ മനസ്സിലാക്കിയാണ് മാതൃഭൂമി മീഡിയ സ്കൂൾ 2026 മുതൽ 27 വരെ അധ്യയന വർഷത്തേക്ക് പുതിയ കോഴ്സ് അവതരിപ്പിക്കുന്നത്. PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പുതിയ കോഴ്സിലൂടെ ഭാവിയിലെ ആശയവിനിമയ വിദഗ്ധരെ വളർത്തിയെടുക്കാനാണ് ലക്ഷ്യം. ജേർണലിസം പരിശീലന കേന്ദ്രമെന്ന നിലയിൽ ആരംഭിച്ച സ്ഥാപനം ഇന്ന് കൂടുതൽ വിശാലമായ മാധ്യമ ആശയവിനിമയ വിദ്യാഭ്യാസത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. 2018 പ്രവർത്തനമാരംഭിച്ച മാതൃഭൂമി മീഡിയ സ്കൂൾ ഇതിനകം തന്നെ കേരളത്തിലെ ശ്രദ്ധേയമായ മാധ്യമ പരിശീലന സ്ഥാപനങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും ജോലി നേടിയിട്ടുണ്ട്. എന്നാൽ ഇനി സ്കൂളിന്റെ ലക്ഷ്യം വാർത്താമുറികളിലേക്ക് മാത്രം വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നതല്ല. ഇന്നത്തെ മാധ്യമലോകം ഒരു ന്യൂസ് റൂമിൽ ഒതുങ്ങുന്നില്ല. ഒരു വാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റായി തുടങ്ങാം, പിന്നീട് വീഡിയോ ആകാം, പോഡ്കാസ്റ്റിലൂടെ വിശകലനം ചെയ്യപ്പെടാം, ഒടുവിൽ വെബ് പ്ലാറ്റ്ഫോമുകളിലൂടെ വായനക്കാരിയെത്താം. അതിനാൽ പുതിയ തലമുറ മാധ്യമപ്രവർത്തകർക്ക് പലതരം കഴിവുകൾ ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ AI പ്രാധാന്യം വേഗത്തിൽ വർദ്ധിക്കുകയാണ്. വാർത്താശേഖരണം, വിവരവിശകലനം, ഫാക്ട് ചെക്കിംഗ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, പോഡ്കാസ്റ്റ് നിർമ്മാണം, വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങിയ നിരവധി മേഖലകളിൽ AI ഉപയോഗം വ്യാപകമാകുന്നു. AI മാധ്യമപ്രവർത്തകരുടെ ജോലി നഷ്ടപ്പെടുത്തുമെന്ന ആശങ്ക ചിലർക്കുണ്ട്. എന്നാൽ യാഥാർത്ഥ്യമതല്ല. സാങ്കേതികവിദ്യ മനുഷ്യരെ മാറ്റിസ്ഥാപിക്കുന്നതല്ല, അവരുടെ കഴിവുകൾ കൂടുതൽ ശക്തമാക്കുകയാണ്. കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തുക, സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക, ഉത്തരവാദിത്തത്തോടെ ആശയവിനിമയം നടത്തുക എന്നിവ ഇപ്പോഴും മനുഷ്യരുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളാണ്. AI അതിന് സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് മാതൃഭൂമി മീഡിയ സ്കൂൾ പുതിയ കോഴ്സുകൾ രൂപപ്പെടുത്തുന്നത്. നിലവിലുള്ള PG ഡിപ്ലോമ ഇൻ ജേർണലിസത്തിനൊപ്പം ഡിജിറ്റൽ മീഡിയയും AI കേന്ദ്രീകരിച്ചുള്ള പുതിയ പഠന പദ്ധതികൾക്കും പ്രാധാന്യം നൽകുന്നു. ഇതൊരു കോഴ്സ് കൂട്ടിച്ചേർക്കൽ മാത്രമല്ല, മാധ്യമ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലെ വലിയ മാറ്റമാണ്. പത്രം, റേഡിയോ, ടെലിവിഷൻ എന്നിവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പരിശീലനത്തിൽ നിന്ന് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ കണ്ടന്റ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ഓൺലൈൻ ബ്രാൻഡിംഗ് തുടങ്ങിയ മേഖലകളിലേക്കുള്ള വികസനമാണിത്. ഇന്ന് എല്ലാ സ്ഥാപനങ്ങളും ഏതെങ്കിലും രീതിയിൽ ഒരു മാധ്യമ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. കമ്പനികൾ ഉപഭോക്താക്കളുമായി സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്നു. സർക്കാർ സംവിധാനങ്ങളും സ്റ്റാർട്ടപ്പുകളും ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ വിദഗ്ധരെ തേടുകയാണ്. അതുകൊണ്ടുതന്നെ മാധ്യമ വിദ്യാഭ്യാസം നേടിയവർക്ക് ഇന്ന് വാർത്താമുറികൾക്കപ്പുറം നിരവധി തൊഴിലവസരങ്ങളുണ്ട്. വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻസ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, കണ്ടന്റ് ക്രിയേഷൻ, സിന്തറ്റിക് മീഡിയ വികസനം തുടങ്ങിയ മേഖലകളെ സ്കൂൾ ഭാവിയിലെ പ്രധാന തൊഴിൽ മേഖലകളായി കാണുന്നു. ഇതോടൊപ്പം ഹ്രസ്വകാല കോഴ്സുകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്മാർട്ട് ഫോൺ ജേർണലിസം, മൊബൈൽ ഫിലിം മേക്കിംഗ്, ഡേറ്റ സ്റ്റോറി ടെല്ലിംഗ്, ഫാക്ട് ചെക്കിംഗ്, പോഡ്കാസ്റ്റ് നിർമ്മാണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, AI അധിഷ്ഠിത കണ്ടന്റ് സൃഷ്ടി തുടങ്ങിയ മേഖലകളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പദ്ധതി. ഇത്തരം കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്കും പുതിയ കഴിവുകൾ നേടാൻ സഹായിക്കും. കാരണം ഇന്നത്തെ ലോകത്ത് പഠനം ഒരു കോഴ്സ് പൂർത്തിയാക്കുന്നതോടെ അവസാനിക്കുന്നില്ല. സാങ്കേതികവിദ്യ മാറുന്നതിനനുസരിച്ച് പഠനവും തുടരണം. ഭാവി പദ്ധതികളിൽ അക്കാദമിക് സഹകരണങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ വിവിധ കോളേജുകളുമായും സർവകലാശാലകളുമായും ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വ്യവസായ സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, നൈപുണ്യ വികസന ഏജൻസികൾ എന്നിവയുമായി സഹകരണം വർദ്ധിപ്പിക്കാനും സ്കൂൾ ലക്ഷ്യമിടുന്നു. പഠനവും തൊഴിലും തമ്മിലുള്ള വിടവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. വ്യവസായ വിദഗ്ധരുടെ നേതൃത്വത്തിൽ മാസ്റ്റർ ക്ലാസുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കാനുള്ള പദ്ധതിയും ശ്രദ്ധേയമാണ്. ക്ലാസ് മുറികളിൽ ലഭിക്കാത്ത അനുഭവങ്ങളും പ്രായോഗിക അറിവുകളും ഇത്തരം പരിപാടികളിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഹൌസ് പരിപാടികളും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. മാധ്യമരംഗത്തെ പുതിയ അവസരങ്ങളെക്കുറിച്ചും പഠന സാധ്യതകളെക്കുറിച്ചും കൂടുതൽ ആളുകളെ ബോധവൽക്കരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ എല്ലാ പദ്ധതികളുടെയും പിന്നിൽ ഒരു പ്രധാന ആശയമുണ്ട്. മാധ്യമ വിദ്യാഭ്യാസം ഇനി വാർത്ത എഴുതാൻ മാത്രം പഠിപ്പിക്കുന്ന ഒന്നാകരുത്. സാങ്കേതികവിദ്യയെ മനസ്സിലാക്കാനും സമൂഹത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ ഫലപ്രദമായി ആശയവിനിമയം നടത്താനും കഴിയുന്ന
പുതിയ തലമുറയെ വളർത്തിയെടുക്കുകയാണ് അതിന്റെ ലക്ഷ്യം. മാധ്യമപ്രവർത്തനവും സാങ്കേതികവിദ്യയും ഡിജിറ്റൽ സംസ്കാരവും ഒന്നിച്ച് ലയിക്കുന്ന ഈ കാലത്ത് ഭാവിയിലെ ആശയവിനിമയ വിദഗ്ധൻ ഒരു റിപ്പോർട്ടർ മാത്രമായിരിക്കില്ല. കഥകൾ പറയുന്നയാളും സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നയാളും സമൂഹത്തെ മനസ്സിലാക്കുന്നയാളും മാറ്റങ്ങളോട് വേഗത്തിൽ പൊരുത്തപ്പെടുന്നയാളുമായിരിക്കും. ആ ഭാവിയെ ലക്ഷ്യമിട്ടാണ് മാതൃഭൂമി മീഡിയ സ്കൂൾ തങ്ങളുടെ അടുത്ത അധ്യായം എഴുതാൻ ഒരുങ്ങുന്നത്. പ്രവേശനത്തിനായി രജിസ്റ്റർ ചെയ്യാൻ www.mathrubhumimediaschool.com. ഫോൺ 9544003800.